ഹലോ ഫ്രണ്ട്സ്, CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയാൻ പോകുന്നത് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ഒഡീഷ FC മത്സരത്തിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇന്ന് രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെയും ഒഡീഷ FCയുടെയും മത്സരം അരങ്ങേറാൻ പോകുന്നത്. കൂടാതെ ഇന്നത്തെ ഈ ഒരു മത്സരം ഒഡീഷ FCക്ക് ഹോം മത്സരമാണ്. ഏതായാലും ഒഡീഷ FCക്കെതിരായുള്ള ഈ ഒരു മത്സരത്തെ ആശാനും പിള്ളാരും മികച്ച രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഏതായാലും ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷ FCക്കെതിരായിട്ടുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്കാണ്. ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്ക് മുന്നിൽ ഗോൾ വല കാക്കാൻ വേണ്ടിയിട്ട് മലയാളി സൂപ്പർ കീപ്പറായ സച്ചിൻ സുരേഷ് തന്നെയാണ് ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ മാർക്കോ ലെസ്കോവിച്ചും മിലോസ് ഡ്രിൻസിച്ചും നവോച്ച സിംഗും പ്രീതം കോട്ടാലുമാണ് ഉണ്ടാവുക. സെന്റർ ബാക്കുകൾ ആയിക്കൊണ്ട് മാർക്കോ ലെസ്കോവിച്ചും മിലോസ് ഡ്രിൻസിച്ചും കളിക്കും. കൂടാതെ ലെഫ്റ്റ് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നവോച്ച സിംഗും റൈറ്റ് വിങ്ങിലാണെങ്കിൽ പ്രീതം കോട്ടാലുമാണ് കളിക്കുക. ഇനി മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗും മുഹമ്മദ് അസറും കൂടാതെ തന്നെ ഡൈസുകെ സക്കായിയും ഐമനെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ജീക്സൺ സിംഗും മുഹമ്മദ് അസറും കളിക്കും. അതേസമയം റൈറ്റ് മിഡിലാണെങ്കിൽ ഡൈസുകെ സക്കായിയും ലെഫ്റ്റ് മിഡിലാണെങ്കിൽ മുഹമ്മദ് ഐമനുമാണ് കളിക്കുക. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെയല്ല ഉണ്ടാവുക. ദിമിക്കൊപ്പം ക്വാമി പെപ്ര ഉണ്ടാവില്ല. അതെ, ക്വാമി പെപ്രക്ക് ഈ ഒരു ISL സീസൺ മൊത്തം തന്നെ നഷ്ടമായേക്കും. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസും കൂടാതെ ഇന്ത്യൻ പ്ലെയറായ ഇഷാൻ പണ്ഡിതയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ നിലവിൽ എല്ലാവരുടെയും ഒരു സംശയമാണ് ലൂണക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോ സെർണിച്ച് എവിടെയാണ് കളിക്കുക എന്നുള്ളത്. പക്ഷെ നിലവിൽ ഈ ഒരു താരം ഇന്നത്തെ ആദ്യ 11-ൽ ഉണ്ടാവുമോ എന്നുള്ളത് വരെ സംശയം തന്നെയാണ്. ഏതായാലും ഇന്ന് രാത്രിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള ആദ്യ 11ന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ഫെഡോർ ഇന്നത്തെ മത്സരത്തിൽ കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അവസാനത്തെ 5 മത്സരങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് 3 ജയവും 1 തോൽവിയും 1 സമനിലയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒഡീഷയെ നോക്കുകയാണെങ്കിൽ അവർക്ക് 3 ജയവും 2 സമനിലയുമാണുള്ളത്. ഇതൊന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അതെ, ഒഡീഷ FCയുടെ സൂപ്പർ താരമായ മുർത്താദ ഫോളിന് റെഡ് കാർഡ് കിട്ടിയത് കാരണം ഇന്നത്തെ ഒരു മത്സരം കളിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് മുതലെടുക്കാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും കൂടാതെ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ പ്രഡിക്ഷനും നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.